ശ്രീ എം ജയചന്ദ്രൻ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ സംഘടനയ്ക്കുള്ളിൽ രാജിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ പ്രതിസന്ധി ഒരു ദിവസം കൊണ്ട് വെറുതെ അങ്ങ് ഉരുണ്ടുകൂടുന്നതല്ല. കുറച്ചധികം നാളുകളായി AMMA എന്ന സംഘടന ഏത് പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ സംശയത്തിന്റെ ഒക്കെ നിഴലിലാണ് നിന്നതെന്ന് പൊതുസമൂഹത്തിന് പോലും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കിതിന് മുൻപേ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരുന്നത്? അതോ എങ്ങനെയായാലും ശരി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നൊരു അമിത ആത്മവിശ്വാസമായിരുന്നോ അവരെ നയിച്ചിരുന്നത്? അസിത, അതിലുള്ള ഒരു പ്രശ്നം, ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഒരു കാര്യം, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ 177-ാമത്തെ പേജിൽ ഒരു സംഗതിയുണ്ട്. സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ സിനിമ, എനാക്ട് ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ട്രിബ്യൂണൽ. അതിൽ അവസാനത്തെ വാചകം പറയുന്നത് എങ്ങനെയാണ്: ഐ ഹാവ് നോ ഹെസിറ്റേഷൻസ് ടു ഹോൾഡ് ദാറ്റ് ദ ഓൺലി സൊല്യൂഷൻ ടു ദ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ ഈസ് ടു എനാക്ട് ആൻ അപ്രോപ്രിയേറ്റ് statute and by constitute a tribunal under the statute. ഇതാണ് അസന്നിഗ്ധമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 177-ാമത്തെ പേജിൽ പറഞ്ഞേക്കുന്നത്. 72 പേജ് നമ്പർ 172 ആണ് പറഞ്ഞേക്കുന്നത്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഹേമ കമ്മിറ്റി പറഞ്ഞ ഈ ട്രിബ്യൂണൽ കൊണ്ടുവരാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ മാസം 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ ഈ അമ്മ എന്ന സംഘടന പിരിച്ചുവിടുകയല്ലല്ലോ ചെയ്തത്. നിലവിലുള്ള ഭാരവാഹികൾ നിഷ്ക്രമിക്കുകയാണ്. അവർ അതിൽ നിന്ന് വിട്ടുപോവുകയാണ്. വിട്ടുപോയാലും പോയില്ലെങ്കിലും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇനി പല കാര്യങ്ങളും. അത് ഉറപ്പുള്ള കാര്യവുമാണ്. പക്ഷേ അതിനേക്കാൾ ഗുരുതരമാണ് ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ ഈ പറയുന്ന നേതൃത്വം ഒട്ടാകെ ചെന്ന് നിൽക്കുക, അത് വാർത്തയാവുക. ഇനി നിരന്തരമായി വാർത്തകളിലേക്ക് ഈ അമ്മ എന്ന സംഘടന അതിൻ്റെ ഭാരവാഹികളും ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ കയറി നിൽക്കേണ്ടി വരിക എന്ന അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് രാജിവെച്ചുകൊണ്ട് ഈ അവസ്ഥ മാറും എന്നൊന്നും അല്ല അർത്ഥം. രാജിവെച്ചാലും തൽക്കാലത്തെ ഒന്ന് ശ്വാസം വിടാം, അത്രയേ ഉള്ളൂ. ഒന്ന് ശ്വാസം വിടാനുള്ളൊരു സ്പേസ് കിട്ടി എന്നുള്ളതൊഴിച്ചാൽ ഈ രാജി അർത്ഥശൂന്യമായ രാജിയാണ്. ഒരു സംശയവുമില്ല. ഈ രംഗം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അർത്ഥശൂന്യമായ രാജിയാണ്. തൽക്കാലം ഒന്ന് ശ്വാസം കഴിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് 560 പേരുടെ സംഘടനയാണ് ഇതെന്നാണല്ലോ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് രാജി കൊടുക്കേണ്ടി വന്നത്. ഈ 560 പേരിൽ എത്ര പേരാണ് ഇതിൻ്റെ അകത്ത് ഈ തീരുമാനമെടുക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എന്നെങ്കിലും ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, നമ്മൾ അതല്ലോ ചർച്ച ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എങ്കിലും 2000 മുതലാണ് ഈ സിനിമാ മേഖലയിൽ കോൺട്രാക്റ്റ് എങ്കിലും ഉണ്ടായത് എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെറിയ കാര്യമൊന്നുമില്ലാതെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നിരന്തരമായി നടക്കുമ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളങ്ങ് മാറ്റി നിർത്തൂ. അതല്ലല്ലോ, സ്വന്തം ഈ ശരീരം തനിക്ക് ഇഷ്ടമില്ലാത്ത വിധം അപമാനിക്കപ്പെട്ടാലും സഹിച്ചു നിന്നോണം എന്ന നിലപാടിനെതിരെയാണ് ഒരു സ്ത്രീ ധീരമായി 2017 പൊരുതാൻ ഇറങ്ങിയത്. അവിടെ നിന്നാണ് WCC ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് സർക്കാർ ഇതിലേക്ക് വരുന്നത്, ഹേമ കമ്മിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുതന്നെയാണ് കാര്യം. ആ ഒരു സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതൊരുപാട് പേർക്ക് താക്കീതായിരുന്നു ഇതുവരെ. ഇനി ആ താക്കീത് മാറി മറ്റ് പലതിലേക്കും വരികയാണ്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വ്യഗ്രത കൂടും. അതുകൊണ്ട് കാര്യമില്ല. ഇത് താൽക്കാലികമായ ശ്വാസം കഴിക്കൽ മാത്രമാണ്. ഇത് വേട്ടയാടുക എന്നുള്ളതൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് വേട്ടയാടുകയല്ല. യഥാർത്ഥ ജനാധിപത്യം, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത് എന്ന് ഇനി പഠിപ്പിക്കേണ്ടി വരും. ഇത് സ്ത്രീകളിലേക്ക് കൂടുതൽ കൊടുത്താൽ ഈ സംഘടന നന്നായിക്കോളും എന്ന പ്രതീക്ഷയിൽ പലതും പങ്കുവെക്കുന്നത് കേട്ടു. അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിലപാടുകളാണല്ലോ പ്രധാനം. ഇപ്പോൾ ഗായത്രി വർഷ എത്രയോ കാലമായിട്ട് അവരുടെ നിലപാടുകൾ ഏത് മണ്ഡലത്തിലും തുറന്നു പറയുന്നത്. സാംസ്കാരിക രംഗത്താവട്ടെ, സിനിമാ രംഗത്തെ പ്രത്യേകമായിട്ട് എടുത്താൽ അവിടെ ആവട്ടെ, മറ്റ് കലാരംഗങ്ങളിലാവട്ടെ ഒക്കെ നിലപാട് പറയുന്ന അഭിനേത്രിയാണ്. അത്തരം നിലപാട് പറയാൻ എത്ര പേര് തയ്യാറാവും ഈ പറയുന്ന സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നാൽ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും സ്ത്രീകൾക്ക് ആ പ്രാതിനിധ്യം കിട്ടണം, അക്കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ നിലപാടുകളാണ് അസിത പ്രധാനം.
ഈ നിലപാടുകൾ പിന്നെ പലരും പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇനി തയ്യാറായി, ഇതിനകം തയ്യാറായിട്ടുണ്ട്, ഇനി തയ്യാറായി വരികയും ചെയ്യും. അതൊക്കെ ട്രിബ്യൂണൽ എന്നുള്ള യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നവംബർ മാസത്തിൽ. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പിന്നെ തിരിച്ചടി എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല, എങ്കിലും ഉണ്ടാവുന്ന സ്ക്രൂട്ടണി, ആ സ്ക്രൂട്ടണി വളരെ വലുതാണ്. ആ സ്ക്രൂട്ടണിയെയാണ് ഇവർ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അരക്ഷിതരായിരിക്കുന്നത്. അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഭയപ്പെടുകയല്ല ഇവർ ചെയ്യുന്നത്, തങ്ങൾ അരക്ഷിതരാണ് എന്നുള്ള തോന്നൽ, ആ അരക്ഷിതത്വമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അത് മോഹൻലാൽ ചെയ്താലും മറ്റേത് വലിയ മഹാനടൻ ചെയ്താലും അത് അരക്ഷിതത്വം തന്നെയാണ്. അത് ഉണ്ടായത് അവരുടെ തന്നെ പ്രവൃത്തിയുടെ തിരിച്ചടിയും കൂടെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തികളുടെ നിലപാടില്ലായ്മയുടെ തിരിച്ചടികളാണ് ഈ അരക്ഷിതത്വത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായും അവസാനമായും ഇതിനെല്ലാം ഉത്തരവാദിത്വം ഇവർ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞേ മതിയാവൂ എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് നിമിത്തമായത് നിസ്സംശയം പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമാണ്. അതെ.